പാലാ നഗരസഭാ വിഷയത്തിൽ DCCയുടെ പ്രശ്നപരിഹാര ചർച്ച പരാജയം കണ്ടിരിക്കുകയാണ്. അതായത് സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കില്ലെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ അറിയിച്ചിട്ടുണ്ട്. വിപ്പ് അംഗീകരിക്കില്ലെന്നും തീരുമാനം അവിശ്വാസം നാളെ ചർച്ചയ്ക്കെടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, ഈ പാലാ നഗരസഭയിലെ അനിശ്ചിതത്വം ഇങ്ങനെ തുടരുന്നൊരു സാഹചര്യമാണ്. ചർച്ചയ്ക്കൊന്നും പരിഹാരമായിട്ടില്ല. നാളെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കുകയാണ്. നാളെയാണ് അവിശ്വാസ പ്രമേയം എടുക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായിട്ടും അവന്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയാണ് പാലാ നഗരസഭയിലുള്ള അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്നത്. LDF ആണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഈ നിലവിലത്തെ സ്വതന്ത്ര മുന്നണി UDFന്റെ നേതൃത്വത്തിലാണ് പാലാ നഗരസഭയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ നിലവിലത്തെ സ്വതന്ത്ര മുന്നണിയിൽപ്പെട്ട ബിനു പുളിക്കക്കണ്ടത്തെ പിന്തുണയ്ക്കില്ലെന്ന നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസ് കൗൺസിലർമാർ സ്വീകരിച്ചിരുന്നു. കോൺഗ്രസ് കൗൺസിലർമാരുടെ തീരുമാനത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പാലാ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്ന് പ്രമേയം പാസാക്കി നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു. ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനുമാണ് സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്നറിയിച്ചുകൊണ്ട് ഇവർ പ്രമേയം പാസാക്കി കത്ത് നൽകിയത്. ഇതിന് പിന്നാലെയാണ് LDF അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. ഈ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് LDF കൊണ്ടുവരുന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്നുള്ള നിലപാട് കോൺഗ്രസ് കൗൺസിലർമാർ സ്വീകരിച്ചത്. ഈ ഘട്ടത്തിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലെ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷും ടോമി കല്ലാനിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇന്നലെ കൗൺസിലർമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തത്. എന്നാൽ തങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് കൗൺസിലർമാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസം നാളെ പാസ്സാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് തങ്ങൾക്ക് വിപ്പ് നൽകിയാലും ആ വിപ്പ് ലംഘിച്ചുകൊണ്ടും വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് കൗൺസിലർമാർ ഉള്ളത്. സ്വാഭാവികമായും പാർട്ടി നേതൃത്വം വിപ്പ് നൽകിയാൽ അതിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് തന്നെ LDF കൊണ്ടുവരുന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ അവിശ്വാസം പാസ്സാകും. നിലവിൽ 26 അംഗ കൗൺസിലിൽ LDFന് 12 UDFന് 10 അംഗങ്ങളുടെ പിന്തുണയാണ് ഉള്ളത്. എന്നാൽ സ്വതന്ത്ര മുന്നണിയിൽ നിന്നും വിജയിച്ച ദിയ പുളിക്കക്കണ്ടത്തിൻ്റെ പിതാവ് ബിനു പുളിക്കക്കണ്ടം, ഒപ്പം തന്നെ ബിനുവിൻ്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, അങ്ങനെ 3 സ്വതന്ത്രരും ഒരു വിമത, അതായത് കോൺഗ്രസിൽ നിന്നും റിബലായി മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ എന്ന് പറയപ്പെടുന്ന ഒരു വിമതയുടെ കൂടി പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് 14 അംഗ കൗൺസിൽ ഭൂരിപക്ഷത്തിൽ UDF ഈ പാലാ നഗരസഭയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കോൺഗ്രസ് നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFനുള്ളിലും വലിയ തർക്കം രൂപപ്പെടുകയാണ്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൻ്റെ 3 അംഗങ്ങളും ഒപ്പം തന്നെ മാണി സി കാപ്പൻ വിഭാഗത്തിലെ ഒരംഗവും നിലവിൽ ചെയർപേഴ്സണൊപ്പമാണ് നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തുള്ളത്. കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള സമീപനം ഏകപക്ഷീയമാണെന്നും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന തീരുമാനമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് ഈ ഘടകകക്ഷികളുടെ ആരോപണം. എന്തായാലും പാലാ നഗരസഭയിലെ തർക്കം UDFനുള്ളിലും വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്നലെ കോൺഗ്രസ് കൗൺസിലർമാരുമായി നേതാക്കന്മാർ ചർച്ച നടത്തിയത്. എന്നാൽ ആ ചർച്ച പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ നാളെ നടക്കുന്ന അവിശ്വാസം സ്വാഭാവികമായും പാസ്സാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവന്തിക. ശരി, സനോജാണ് വിവരങ്ങൾ നൽകിയത്.